രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ജയദേവ കവിയുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര, അതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം കിട്ടും, ബുധനാഴ്ച ഭജഗോവിന്ദം കിട്ടും, വ്യാഴാഴ്ചയാണ് ജയദേവ കവിയുടെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ജീവിതത്തിലൂടെയുള്ള യാത്ര. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുപോലെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ 9645333999 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യം. അതുപോലെ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ നിശ്ചയമായിട്ടും അഷ്ടാവക്ര ഗീത കേൾക്കണം. ശ്രീബുദ്ധൻ്റെ ജീവിത കഥയുണ്ട്, ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ. രാധികാ കവചം 2 ഉണ്ട്, അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്, അപ്പോൾ രാധാ സഹസ്രനാമം പാടി ഇട്ടിട്ടുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഭക്തവീരയുടേതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ എന്നും രാവിലെ സബ്സ്ക്രൈബ് ചെയ്താൽ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വവിഷയങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് ജയദേവ കവിയുടെ തുടങ്ങാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ
രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ ഞാൻ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്കും എൻ്റെ ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ തരും. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയദേവ കവി പ്രാച്ചിയെ സ്നേഹിക്കുകയാണ്. പക്ഷേ അന്നത്തെ ദിവസം ജയദേവ കവി എന്തൊക്കെ പറഞ്ഞിട്ടും പ്രാച്ചി നിശബ്ദമായിരുന്നു. പ്രാച്ചി ഒരു മറുപടിയും പറഞ്ഞില്ല. ഒടുവിൽ ജയദേവനോട് ഒന്നും മിണ്ടാതെ പ്രാച്ചി എഴുന്നേറ്റ് നടന്നു. ജയദേവ കവി അന്തം വിട്ടുപോയി. ജയദേവ കവി പുറവിന് ചെന്നു. പ്രാച്ചി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഒന്നും പറയാത്തത് എന്താ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. പക്ഷേ പ്രാച്ചി അതൊന്നും കേട്ടില്ല. ചെന്ന നദിയിലേക്ക് ഇറങ്ങി മറഞ്ഞു. അതോടുകൂടി ജയദേവനും പ്രാച്ചിക്ക് വേണ്ടി ആ നദിയിലേക്ക് ഇറങ്ങി. ജയദേവൻ നദിയിലേക്ക് താണു പോയി. ജയദേവന്റെ ബോധം നശിച്ചു. ആ സമയത്തൊരാള് ജയദേവ കവിയെ 2 കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് മുകളിലേക്ക് വന്നു. അത് മറ്റാരുമല്ല, ആശ്രമത്തിലെ ബാബ ആയിരുന്നു. ബാബയായിരുന്നു അത്. ബാബ ജയദേവ കവിയെ താങ്ങിയെടുത്തു. അതെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജയദേവ കവിക്ക് ബോധം വീണ്ടും കിട്ടിയത്. ദിവസങ്ങളോളം ജയദേവ കവി ബോധം നശിച്ച് കിടക്കുകയായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ബാബ ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ ജലത്തിലേക്ക് ആഴ്ന്നു പോകുന്നത് ഞാൻ എൻ്റെ മനക്കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് അവിടെ വന്നത്. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം അവിടെ അവസാനിച്ചേനെ. അങ്ങനെ അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ബാബ തന്ന പാലൊക്കെ കുടിച്ചു. പക്ഷെ ഒറ്റയ്ക്കായപ്പോൾ ജയദേവ കവി കരഞ്ഞു. പ്രാച്ചി, ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിരുന്നെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് വന്നത്? ഒന്നുമില്ലെങ്കിലും നിനക്ക് കാരണമെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത് ഇന്ന കാരണത്താലാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇന്ന തെറ്റ് സംഭവിച്ചിട്ടാണ്. ഒന്നും മിണ്ടാതെ തലേന്ന് വരെ സ്നേഹം വാരിക്കോരി തന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും മിണ്ടാതെ നീ പോവുക, അത് ജയദേവ കവിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ജയദേവ കവി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ബാബയോട് പറഞ്ഞു കാര്യങ്ങൾ. ബാബ പറഞ്ഞു, മോനെ, ഒരു പക്ഷേ അതൊക്കെ നിന്റെ തോന്നലായിരിക്കാം. ജയദേവ പറഞ്ഞു, അല്ല ബാബ, അല്ല. ജയദേവ കവിയോട് ബാബ ഒന്നും പറഞ്ഞില്ല. ബാബ ഒടുവിൽ ഇത്ര മാത്രം പറഞ്ഞു, ഭഗവാന്റെ ലീലകളൊക്കെ ആർക്കറിയാം ജയദേവ? നീ എല്ലാം മാറ്റിവെച്ച് നീ നിന്റെ മന്ത്രത്തിലേക്കും ജപങ്ങളിലേക്കും തിരിച്ചു വരിക. ഭഗവാൻ നിന്നെ ഏതോ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, അതാണ് കാര്യങ്ങള്. അങ്ങനെ ജയദേവ കവി ദിവസങ്ങൾ കഴിഞ്ഞു വരവേ പതുക്കെ ദുഃഖത്തിൽ നിന്ന് മോചിതനാകാൻ തുടങ്ങി. അങ്ങനെ ജയദേവ കവി മന്ത്രങ്ങളിലേക്കും ജപത്തിലേക്കും തിരിഞ്ഞു. അങ്ങനെ ജയദേവ കവി നല്ല മനസ്സുറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബാബ വന്നിട്ട് പറഞ്ഞു, ജയദേവ, നീ ആ പ്രാചീ നദിയുടെ തീരത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിലല്ലേ സ്ഥിരം ഇരിക്കാറുള്ളത്? നീ അവിടേക്ക് പോകൂ. ആ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് നീ ധ്യാനിക്കൂ. നിനക്കിപ്പോൾ അതിനുള്ള മനോധൈര്യമായി കഴിഞ്ഞു. അങ്ങനെ ജയദേവ കവി ദിവസങ്ങൾക്ക് ശേഷം ആ പ്രാചി എന്ന നദിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നു. ജയദേവ കവി ശാന്തമായി ഒഴുകുന്ന പ്രാച്ചിയിലേക്ക് നോക്കി. ജയദേവ കവിക്ക് യാതൊരു ദുഃഖവും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. ഒരു തരം നിർവികാരതയായിരുന്നു. അതിനുശേഷം ജയദേവ കവി കണ്ണുകളടച്ചിട്ട് എന്ത് ചെയ്തു? ധ്യാനത്തിലേക്ക് പോയി. അങ്ങനെ കഠിനമായ ധ്യാനത്തിലിരുന്നു. അങ്ങനെ ധ്യാനത്തിലിരുന്ന് 3-ാമത്തെ ദിവസം ഒരു അസാമാന്യമായ പ്രകാശം വന്ന് ജയദേവ കവിയെ അങ്ങ് പൊതിഞ്ഞു. ഭയങ്കരമായ ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ ജയദേവ കവി മറ്റേതോ ഒരു ലോകത്തിലായതുപോലെ തോന്നി. തൻ്റെ സ്വബോധം മറയുന്നത് പോലെ തോന്നി. പക്ഷെ ആ സമയത്തും ഒരു ദിവ്യമായ ശബ്ദം അദ്ദേഹം കേട്ടു. ഓ ജയദേവ, നീയാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ.
നിന്റെ ഭക്തിയിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. പോകൂ ജയദേവ, പോകൂ, പോയി എൻ്റെ ദ്വാപര ലീലയെക്കുറിച്ചൊരു കാവ്യം എഴുതൂ. അത് ഈ ലോകം മുഴുവനും വ്യാപിക്കും. പൊയ്ക്കൊള്ളൂ ജയദേവ. കുറേ കഴിഞ്ഞപ്പോൾ ജയദേവൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് ജയദേവൻ കണ്ണുകൾ തുറന്നു. തൻ്റെ ചുറ്റും ആരുമില്ല. അപ്പോൾ താൻ ഈ കേട്ടത് എന്താണ്? വെറും തോന്നലാണോ അതോ സത്യമാണോ? അങ്ങനെ ജയദേവ കവി എവിടെ എത്തി? അന്തർവേദി ആശ്രമത്തിലെത്തി. ബാബയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പം ബാബയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ബാബ പറഞ്ഞു, മകനെ, നീ കണ്ടത് സത്യമാണ്. നിന്നെ മഹാവിഷ്ണു അനുഗ്രഹിച്ചു കഴിഞ്ഞു. രാധാകൃഷ്ണ ലീലകൾ എഴുതൂ. നീ ഇന്നു തൊട്ട് തന്നെ പറ്റുമെങ്കിൽ എഴുതി തുടങ്ങൂ. അങ്ങനെ രാധാകൃഷ്ണ ലീലകൾ എഴുതാൻ ബാബ പ്രേരിപ്പിച്ചു. അന്ന് രാത്രി ആ ആശ്രമത്തിൽ ആര് കഴിയുകയാണ്? ജയദേവ കവി കഴിയുകയാണ്. അപ്പോൾ ബാബയും ബാബയുടെ പത്നി മാതായും വന്നിട്ട് പറഞ്ഞു, മോനെ, നീ ആത്മീയമായി വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നീ അസാമാന്യമായ പ്രകാശം വന്ന് നിന്നെ മൂടുന്നത് പോലെ കണ്ടത്. അടുത്ത ദിവസം ജയദേവ കവി രാവിലെ ത്രിവേണി ഘട്ടിലെത്തി കുളിക്കാനായിട്ട്. അങ്ങനെ കുളിക്കാനായിട്ടെത്തിയ ജയദേവ കവി ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. അതിലെ 5ാമത്തെ കൽപ്പടവിൽ ഒരു രാധാകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. ജയദേവ കവി ഓടിച്ചെന്നതങ്ങ് വാരിയെടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. ഓടി അന്തർവേദി ആശ്രമത്തിലെത്തി. ബാബാ, ഞാൻ കുളിക്കാൻ ചെന്നപ്പോൾ ത്രിവേണി ഘട്ടിലെ 5ാമത്തെ കൽപ്പടവില് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം, രാധാകൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, മകനെ, നീ സാധാരണക്കാരനല്ല. മഹാവിഷ്ണു തന്നെയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചത്. ഇത് നിനക്ക് തന്നത് മഹാവിഷ്ണു തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യൂ മകനെ, അവരുടെ ദിവ്യ ലീലകളെ കുറിച്ച് എഴുതൂ. അവരുടെ ദിവ്യ ലീലകളെ കുറിച്ച് നീ പാടാൻ തുടങ്ങൂ. അതിനുള്ള സമയമായിരിക്കുന്നു മകനെ. അപ്പോൾ ജയദേവ കവി പറഞ്ഞു, ബാബ, ഞാൻ ഈ വിഗ്രഹം എൻ്റെ ഗ്രാമത്തിൽ കൊണ്ടുപോയിക്കോട്ടെ? അപ്പോൾ പറഞ്ഞു, നീ കൊണ്ടുപോയിക്കൊള്ളൂ. ജയദേവ കവി ആ വിഗ്രഹവുമേന്തി തൻ്റെ ഗ്രാമത്തിലെത്തി. എന്നിട്ട് ആദ്യം പോയി തനിക്ക് പിതൃതുല്യനായ രത്നാകർ കർക്കയെ കണ്ടു. അപ്പൊ രത്നാകർ കർക്കയും അതേ കണക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ കാകിയും പരാശർ ഭായി അവരുടെ മകൻ, ഇവർ 3 പേരും അത് കണ്ടു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ത്രിവേണി ഘട്ടിൽ 5ാമത്തെ കൽപ്പടവിൽ ഭഗവാൻ മഹാവിഷ്ണു രാധാകൃഷ്ണ വിഗ്രഹം ജയദേവന് നൽകിയ വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. ഗ്രാമത്തിലെ സകല ജനങ്ങളും അത് കാണാനെത്തി. അപ്പൊ ജയദേവ കവി ഒരു നിർദ്ദേശം വെച്ചു. അദ്ദേഹം പറഞ്ഞു, 3 ദിവസം നമുക്ക് യജ്ഞം നടത്തി ഇത് ഈ ക്ഷേത്രത്തിൽ തന്നെ സ്ഥാപിച്ചാലോ? എല്ലാവരും അതിന് സമ്മതിച്ചു. അയൽ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ വരെ അതിന് പണം നൽകി. അങ്ങനെ 3 ദിവസം യജ്ഞം നടത്തി. 4ാം ദിവസം ഈ രാധാകൃഷ്ണ വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. ജയദേവ കവി അതിൻ്റെ മുന്നിൽ നിന്ന് രാധാകൃഷ്ണന്മാരെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ കവിതകൾ ആലപിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത ദിവസം എന്തു ചെയ്തു? ജയദേവ കവി രാധാകൃഷ്ണന്മാരെ ധ്യാനിച്ചു. അങ്ങനെ രാധാകൃഷ്ണന്മാരെ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണന്റെ ദശാവതാര കവിതകളാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അദ്ദേഹം ഇങ്ങനെ രാധാകൃഷ്ണന്മാരെ ധ്യാനിച്ചിട്ട് ആദ്യം എഴുതുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദശാവതാര കവിതകളാണ്. അത് ശരിക്കും ജയദേവൻ പറയുന്നത് ഞാൻ എഴുതുകയല്ല, ഒരു ഡിവൈൻ പവർ എൻ്റെ കൈ പിടിച്ചതങ്ങനെ എഴുതിക്കുകയാണ്. ഞാൻ പോലും അറിയാത്ത വാക്കുകൾ അതിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ആ ദശാവതാര ലീലകൾ എഴുതുന്ന തിരക്കിലായി ജയദേവ കവി. ആ ക്ഷേത്രത്തിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു ദിവസം ആ ഗ്രാമത്തിലെ പയ്യൻ ഓടി വന്നു.
ഓടി വന്നിട്ട് പറഞ്ഞു, നോക്കൂ ജയദേവ, നീ വേഗം വേഗം രത്നാകർ കർക്കയുടെ വീട്ടിലേക്ക് ചെല്ലൂ, അദ്ദേഹം മരിച്ചു, സ്തംഭിച്ചു പോയി. അപ്പൊ ജയദേവ കവി ഓടിച്ചെന്നപ്പോൾ രത്നാകർ കാക മരിച്ചു കിടക്കുന്നു. പരാശരൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ജയദേവ കവിയും സങ്കടപ്പെട്ടു. തൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എന്നെ സ്വന്തം പിതാവിനെ പോലെ നോക്കി വളർത്തിയതാണ്. ജയദേവ കവി അവിടെ നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതോടുകൂടി ജയദേവ കവിയുടെ പത്നി, അതാണ് ജയദേവ കവിയല്ല, രത്നാകർ കർക്കയുടെ പത്നി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം വളരെ മോശമായി പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പരാശര, ഇനി ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, നീ ഒരു വിവാഹം കഴിക്ക്. അങ്ങനെ പരാശരൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർ വന്ന് കാകിയെ ശുശ്രൂഷിക്കാനും ആഹാരം വെക്കാനും ഒക്കെ തുടങ്ങി. അന്ന് തൊട്ട് വീണ്ടും ജയദേവ കവി ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ തുടങ്ങി. ആ വീട്ടിലെ ഒരു മുറി ജയദേവനായി മാറ്റിവെച്ചു. അങ്ങനെ ഒരു ദിവസം കാകി, അതായത് രത്നാകർ കർക്കയുടെ ഭാര്യ, അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവര് ക്ഷേത്രത്തിലേക്കുള്ള പോക്കിൽ പോകും വഴി നിലത്ത് കുഴഞ്ഞു വീണു. ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി അധിക നേരമില്ല, എന്തും സംഭവിക്കാം, ഇനി ഇവരൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ജയദേവകവിയും പരാശരനും ഗ്രാമവാസികളുമൊക്കെ ആ രാത്രി മുഴുവനും രത്നാകർ കർക്കയുടെ പ്രിയപ്പെട്ട ഭാര്യ കാകിക്ക് ചുറ്റും നിന്നു. അങ്ങനെ വെളുപ്പിനെ 3 മണിയായപ്പോൾ അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. പരാശരൻ പൊട്ടിക്കരഞ്ഞു, ജയദേവ കവി പൊട്ടിക്കരഞ്ഞു. കാരണം ജയദേവ കവിക്ക് തൻ്റെ അമ്മ തന്നെയായിരുന്നു അത്. തൻ്റെ അമ്മയെപ്പോലെ തനിക്ക് ആഹാരം വാരി തന്നിട്ടുള്ളതാണ്. ജയദേവ കവിക്ക് വല്ലാത്ത സങ്കടമായി. ആ സംഭവം പരാശരനെ തകർത്തു. പരാശരൻ ഒരു ദിവസം ജയദേവ കവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ജയദേവ, നിന്റെ അച്ഛനും അമ്മയും നേരത്തെ പോയി, എൻ്റെ മാതാപിതാക്കളാകട്ടെ ഇപ്പോഴും പോയി, നമുക്കിനി ആരുണ്ട്? ജയദേവ കവിക്ക് സങ്കടം വന്നു. രണ്ടുപേരും പരസ്പരം ആലിംഗനബദ്ധരായി കണ്ണുനീർ വാർത്തു. അപ്പോൾ പരാശരൻ പറഞ്ഞു, ജയദേവ, നീ ഇങ്ങനെ കണ്ണുനീർ വാർത്ത് സമയം കളയേണ്ടവനല്ല, നീ നിന്റെ സാധന തുടരൂ. നിനക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ എഴുതാനുള്ള നിയോഗമുണ്ട്. അങ്ങനെ ജയദേവൻ വീണ്ടും രാവിലെയാകുമ്പോൾ ക്ഷേത്രത്തിൽ പോകും, ധ്യാനിക്കും. ഭഗവാനെ കുറിച്ചുള്ള ലീലകളെ കുറിച്ചുള്ള ആ കവിതകൾ എഴുതുന്ന, ദശാവതാര കാവ്യം എഴുതുന്ന തിരക്കിലാണ്. വൈകുന്നേരം ഇവിടെ വരും, ആഹാരം കഴിക്കും, കിടക്കും. പക്ഷേ പതുക്കെ പരാശരന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. അവർ വല്ലാതെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം പരാശരൻ വിളിച്ചിട്ട് പറഞ്ഞു, അവളിപ്പം വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ്. ജയദേവൻ പറഞ്ഞു, എനിക്കറിയാം, അവരും എനിക്ക് അമ്മയെപ്പോലെയാണ്, സാരമില്ല, എല്ലാം ശരിയാകും പരാശര, നീ വിഷമിക്കണ്ട. അങ്ങനെ ഒരു ദിവസം രാത്രി ജയദേവൻ വന്ന് ആഹാരവും കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് തൻ്റെ മുറിയിൽ പോയി. ആ സമയത്ത് ആ അപ്പുറത്തെ മുറിയിൽ പരാശരന്റെ ഭാര്യ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ പരാശരൻ പറഞ്ഞു, നീ പതുക്കെ പറ, അപ്പുറത്ത് ജയദേവനുണ്ട്, ജയദേവൻ കേൾക്കും. അപ്പോൾ അവര് പറഞ്ഞു, കേൾക്കണം, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ ജയദേവൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാറുണ്ടോ? ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? രാവിലെ ആകുമ്പം വരും, ആഹാരം കഴിക്കും, ഇറങ്ങി അങ്ങ് പോകും. ഏതോ അമ്പലത്തിൽ പോയി കിടക്കുന്ന എന്തൊക്കെയോ ചെയ്തെന്ന് പറയും. ആഹാരം കഴിക്കാൻ സമയമാകുമ്പം വീണ്ടും വരും, രാത്രി വീണ്ടും വരും. അങ്ങനെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും മാത്രമായിട്ടാണ് അയാൾ ഇവിടെ കിടക്കുന്നത്. എനിക്കിനി ഇത് പറ്റില്ല. ജയദേവന് നെഞ്ചുകളിലേക്ക് 1000 അമ്പുകൾ ഒന്നിച്ചേറ്റതുപോലെ തോന്നി. അത് ജയദേവനെ വല്ലാതെ വിഷമിപ്പിച്ചു. അന്ന് രാത്രി മുഴുവനും അവർ പരാശരനോട് ചൂടാവുകയാണ്. ഈ മനുഷ്യനെ ഇവിടെ നിർത്താൻ പറ്റില്ല, അയാൾ ഒരു സഹായവും ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ അയാൾക്ക് വേണ്ടി വെച്ച് വിളമ്പാൻ വയ്യ, വെറുതെ വന്ന് ഇങ്ങനെ തിന്നാനും കുടിക്കാനും ഇവിടെ കിടക്കാൻ അയാൾക്കും ഒരു മടിയില്ലേ?
അന്ന് ജയദേവൻ തീരുമാനിച്ചു, എനിക്കിവിടം വിടാൻ സമയമായി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇനി ഞാൻ ഇവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല, പോയേ മതിയാകൂ. അപ്പോൾ ഒരു ചോദ്യം, എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ ജയദേവ കവി തീരുമാനിച്ചു, പുരിയിലേക്ക് പോവുക. പുരി ജഗന്നാഥ ക്ഷേത്രം, ആ മഹാക്ഷേത്രം നിൽക്കുന്ന പുരി നഗരത്തിലേക്ക് പോവുക. അതെ, ഇനി പരാശരനെയും പത്നിയെയും ഞാൻ വിഷമിപ്പിച്ചുകൂടാ. അങ്ങനെ പുരിയിലേക്ക് പോകാൻ ജയദേവൻ തീരുമാനിക്കുകയാണ്. ഇന്ന് രാത്രി കൂടി മാത്രം ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നു, നാളെ ഞാൻ പുറപ്പെടുകയാണ്, പുരിയിലേക്ക് പുറപ്പെടുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഈ മണ്ണുപേക്ഷിച്ച്, രത്നാകർ കാകയുടെ ഈ വീട് ഉപേക്ഷിച്ച്, എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച രത്നാകർ കാകയുടെ പത്നി കാകി താമസിച്ച ഈ വീട് ഉപേക്ഷിച്ച്, സർവോപരി എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന പരാശരനെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. അത് പരാശരന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഇവിടെ ജീവിച്ചാൽ അവനും സ്വസ്ഥത വരില്ല. അതെ, ജയദേവ കവി പുരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ജയദേവ കവിയുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് വരാൻ പോവുകയാണ്. പോവുകയാണ്. ജയദേവ കവിയായി മാറാൻ പോവുകയാണ്. അതെ, ഇനി അങ്ങോട്ടേക്കാണ് നിങ്ങളെ ത്രസിപ്പിക്കുന്ന ഭാഗങ്ങൾ വരുന്നത്. കാത്തിരുന്നാൽ മതി. അടുത്ത വ്യാഴാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.